friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ ചോറ് തയ്യാറാക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നമുക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റൈസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ചിക്കൻ ചോറ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ കൈമ റൈസ് അല്ലെങ്കിൽ ജീര റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട്. കുതിർത്തിയെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കോലം ഇട്ട് കൊടുക്കാം, 2 ഏലക്കായ, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു ബേ ലീഫ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളം കേട്ടോ, കുറച്ചധികം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇതിവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ ചോറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ നിറയെ, റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ. പിന്നെ ചേർക്കണത് കോൺഫ്ലോർ ആണ്, 2 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കോൺഫ്ലോർ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയൊരു കോട്ടിങ് മതി, ഒരുപാട് തിക്കായിട്ടുള്ള കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇത് മതി. ഇനി ഞാൻ കോൺഫ്ലോർ ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ, അതായത് 3/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കുറച്ച് എണ്ണ മതി. ഒരു 1/4 കപ്പോളം അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പിന്നെ ബോൺലെസ് ചിക്കനായ കാരണം വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. പിന്നെ നമ്മളിത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഏത് ബോൺലെസ് പീസസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. ഇപ്പോൾ വലിയവർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലോട് കൂടിയ ചിക്കൻ കഷ്ണങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റൈസ് വെന്ത് വന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകണ്ടാട്ടോ. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അതിനുശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം, പരത്തിയിട്ട് കൊടുക്കാം. ഈ ഒരു റൈസ് മാറ്റി വയ്ക്കുക, നന്നായിട്ട് തണുത്ത് വരട്ടെ. പിന്നെ ചിക്കൻ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് ക്രിസ്പി ആക്കി എടുക്കണ്ട കേട്ടോ, കുറച്ച് ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കണത്. ഇപ്പം നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെയിം കടായിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി. ഇതൊന്ന് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ട കണ്ടോ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റെഡ് ചില്ലി സോസ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. സോയാ സോസ് 3/4 ടേബിൾ സ്പൂൺ. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി,
എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസിൻ്റെ അളവ് ഒരുപാട് ആവരുത് കേട്ടോ. ചിക്കനും എഗ്ഗിനും അനുസരിച്ച് മാത്രം റൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. റൈസ് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിൽ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആയതിനു ശേഷം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോഴാണ് ആ ഒരു ഫ്ലേവേഴ്സൊക്കെ റൈസിലേക്കൊക്കെ നന്നായിട്ട് വരുള്ളൂ. പക്ഷെ ഒരുപാട് ഇളക്കി വെന്ത് കുഴഞ്ഞു പോരുത് കേട്ടോ. റൈസ് ആവശ്യത്തിന് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടുള്ള ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കിത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ റൈത്തയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.